കേരളത്തിലെ CPM നേതൃത്വം കൊടുക്കുന്ന ഭരണത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും കോൺഗ്രസ് ആണെന്നോ VD സതീശനാണെന്നോ അല്ലെങ്കിൽ BJP ആണെന്നോ K സുരേന്ദ്രനാണെന്നോ ഒക്കെ ആയിരിക്കും വിചാരിക്കുക. യഥാർത്ഥത്തിൽ ഇവരൊന്നും കേരളത്തിൽ ഒരു കൃത്യമായിട്ട് പ്രതിപക്ഷമായി ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഗവൺമെൻറ്റിനെതിരെയുള്ള വിഷയങ്ങൾ സൃഷ്ടിക്കുന്നതിലും ആ വിഷയങ്ങൾ ചർച്ചയാക്കുന്നതിലുമൊക്കെ ഏറെ വിജയിച്ചിട്ടുള്ളവരാണ് കേരളത്തിൻ്റെ യഥാർത്ഥ പ്രതിപക്ഷമായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അദ്ദേഹം ഒരു നിസ്സാരക്കാരനല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പലതവണ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എന്താണെന്നുള്ളത് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലൊക്കെ തന്നെ അദ്ദേഹം വലിയ നേതാവായിരുന്നു. പിണറായി വിജയനൊക്കെ രാഷ്ട്രീയത്തിൽ പിച്ചുവെക്കുന്നതിന് മുമ്പ് തന്നെ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെയുള്ള അടിയും തടയൊന്നും അദ്ദേഹത്തിന് വലിയ പ്രശ്നമല്ല. കാരണം ഇതിനേക്കാൾ ഭീകരന്മാരായിട്ടുള്ള ആളുകളെ കണ്ടിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് വന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്കറിയാം SFIക്കാരുടെ ധീരസഖാക്കൾ അവർ സാധാരണ അങ്ങനെ പിന്മാറാറില്ല. അവർ ചെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാറിനിട്ട് ഗ്ലാസ്സിനിട്ട് ഇടിക്കുകയും കുത്തുകയൊക്കെ ചെയ്തപ്പോൾ സാധാരണ ഗവർണറോ കുറച്ചുകൂടി ഇപ്പോൾ രമേശ് ചെന്നിത്തലയോ VD സതീശനൊക്കെ ആണെങ്കിൽ പോലും വണ്ടി സ്പീഡിലെടുത്ത് അവിടെ നിന്ന് പോയി കളയും. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതിനേക്കാൾ വലിയ കിലാടികളെ കണ്ടാണ് ഇവിടെ വരെ എത്തിയെന്നുള്ളതുകൊണ്ട് അദ്ദേഹം ചാടി ആ കാറിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് ചെയ്തത്. ആ സമരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പുറത്തിറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ബ്ലഡി ഫൂൾസ്, സ്കൗണ്ടറൽ എന്നൊക്കെ വിളിച്ച് ഇംഗ്ലീഷിൽ കിടന്ന് ഒച്ചയെടുത്തു. അപ്പോൾ വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മുടെ സഖാക്കൾക്ക് സഹിക്കാൻ പറ്റിയാനെ, പക്ഷേ ഇംഗ്ലീഷിലുള്ള ചീത്ത കേട്ടപ്പോൾ സഖാക്കൾക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളതാകെ നമ്മുടെ ചിന്താ ജെറോമിൻ്റെയും റഹീമിൻ്റെയൊക്കെ ഇംഗ്ലീഷാണ്. അപ്പോൾ അതൊന്നും ഇത്ര കടുകട്ടിയല്ലാത്തത് കൊണ്ട് ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാന് കൃത്യമായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ടും ഇവരൊക്കെ ക്ലാസ്സിൽ പോകാത്തതുകൊണ്ടും ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടും ഇവർക്ക് മലയാളത്തിൽ തെറി പറയാൻ മാത്രമേ വശമുള്ളൂ എന്നുള്ളതുകൊണ്ടും ഇവരൊക്കെ അന്ന് കണ്ട വഴി ഓടിക്കളഞ്ഞു. അപ്പോൾ ഈ ഓടിക്കളഞ്ഞ സമയത്ത് ഇവർ പിന്നീട് അതിന് മുമ്പും പിൻപെയൊക്കെ ചെയ്തിട്ടുള്ളത് പലവട്ടം സർ CPയുടെ മൂക്ക് ചെത്തിയതാണ്, ആരിഫ് ഖാൻ്റെ മൂക്ക് ചെത്തും എന്നൊക്കെയുള്ള ചില ബാനറുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ കേരളം എന്ന് പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ തന്തയുടെ വകയല്ല എന്ന് പറയുന്ന വാചകം എഴുതി വെച്ചു. പിന്നെ നമുക്കറിയാമല്ലോ, യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. അത് മിക്കവാറും നമ്മുടെ ബിന്ദു ടീച്ചർ, അതായത് ഉന്നത വിദ്യാഭ്യാസ ഉപമന്ത്രി ബിന്ദു ടീച്ചർ പഠിപ്പിച്ച കുട്ടികൾ തന്നെ ആയിരിക്കുള്ളൂ. കാരണം അവർ ഉദ്ദേശിച്ചത് മറ്റേ ഗവർണറുടെ പരിപ്പ് കൂടെ വേവില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഭീഷണികളൊക്കെ ഉണ്ടായിട്ടും ഗവർണർ പോയില്ല. ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ടേം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ ഈ കശ്മലനെ ഇവിടെ നിന്ന് വിളിക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ്. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ഗവർണർ വലിയൊരു പണി കൂടി കാണിച്ചിട്ടുണ്ട്. ആ പണി എന്ന് പറയുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട LDF ഗവൺമെൻറ് ഒരു ലിസ്റ്റ് കൊടുത്തു വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ. പക്ഷേ ഗവൺമെൻറ് ആ ലിസ്റ്റിൽ നിന്ന് ആരെയും നിയമിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഡിജിറ്റൽ സർവകലാശാലയുടെ VC ആയി നിയമിച്ചത് സിസ തോമസിനെയാണ്. ഈ സിസ തോമസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ. സിസ തോമസിനെയാണ് സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിച്ചിരുന്നത് ഗവർണർ. അതുകൊണ്ട് അവർക്ക് വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ നേരിടേണ്ടി വന്നു. പക്ഷെ അതിനുശേഷം ഗവർണറുടെക്കെതിരായിട്ടുള്ള ഒരു വിധി വന്നപ്പോഴേക്കും അവർക്ക് അവിടെ നിന്ന് മാറേണ്ടി വന്നു. ആ നിയമനം തെറ്റാണെന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ നിന്ന് വിധിയുണ്ട്. ആ വിധി വന്നപ്പോഴേക്കും അതിൽ നിന്ന് മാറേണ്ടി വന്നപ്പോഴത്തേക്കും പിന്നീട് ഒരു പ്രിൻസിപ്പളായിട്ട്, ഒരു സാധാരണ സ്കൂളിലെ പ്രിൻസിപ്പളായിട്ട് അവിടെ നിന്ന് അവർ വിരമിക്കേണ്ടി വന്നു. വിരമിച്ചിട്ട് ഇതേവരെ അവർക്ക് പെൻഷൻ പോലും കിട്ടിയിട്ടില്ല. കാരണം ഗവൺമെൻറ്, നമ്മുടെ LDF ഗവൺമെൻറ് പിണറായി വിജയനൊന്നും മറ്റേ വൈരാഗ്യമില്ലാത്തതുകൊണ്ട് സ്നേഹിച്ച് കൊല്ലുകയാണ് അവരെ. കാരണം അവർക്ക് പെൻഷനോ മറ്റു ആനുകൂല്യങ്ങളോ ഒക്കെ തടഞ്ഞു വെച്ചേക്കാണ്. അതേ സിസ തോമസിനെ തന്നെയാണ് ഇത്തവണ വീണ്ടും നമ്മുടെ ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിച്ചിട്ടുള്ളത്. ആ നിയമിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു പ്രിക്കോഷൻ എടുത്തു. കാരണം ഹൈക്കോടതിയോട് ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. ആ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയുടെ അന്നത്തെ വിധിക്ക് ശേഷം പിന്നെ സുപ്രീം കോടതിയിൽ നിന്നുള്ള വിധി വന്നിരുന്നു. അപ്പോൾ ഹൈക്കോടതിയുടെ വിധി ഇറലവൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഹൈക്കോടതി അത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ വിധിച്ചതാണ്, ഇതിൽ പ്രശ്നമില്ല, സുപ്രീം കോടതി വിധിക്കനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തീരുമാനമെടുത്ത് അദ്ദേഹം ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് നമ്മുടെ സിസ തോമസിനെ നിയമിച്ചു. അപ്പോൾ സിസ തോമസ് അന്ന് പേടിച്ചില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും അവരിത്തവണ മറ്റേ ചാർജ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ വലിയ സമരമോ പ്രതിഷേധമോ ഒന്നും ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് K ശിവപ്രസാദിനെ നിയമിച്ചു. അപ്പോൾ ഈ K ശിവപ്രസാദിനെ നിയമിച്ചപ്പോൾ അദ്ദേഹം ഏതാണ്ട് വലിയ തോതിലുള്ള Z കാറ്റഗറി സുരക്ഷയുള്ള ഒരാളെ പോലെ 10-20 പേരുടെ പോലീസിൻ്റെ അകമ്പടിയോടുകൂടിയാണ് വന്നത്. കാരണം വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രക്ഷോഭങ്ങൾ കൂടാതെ ഇനി ഇത് തുടരും എന്നാണ് നമ്മുടെ PM മാർഷോ പറഞ്ഞിട്ടുള്ളത്. PM മാർഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇനീഷ്യലിലെ ഫുൾ ഫോം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹം പിണറായിക്ക് വേണ്ടി മോങ്ങുന്ന ഒരു ആർഷോ എന്നുള്ളതാണ്. അദ്ദേഹം SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, ധീരനാണ്, വീരനാണ്, വീരശൂര പരാക്രമിയാണ്, അങ്ങേയറ്റത്തെ ഒരു സാഹസികനാണ്. അപ്പോൾ അദ്ദേഹം ഈ PM മാർഷോ സെക്രട്ടറിയാണ്. കൂടാതെ പ്രസിഡൻ്റ് ഉണ്ട്,
പ്രസിഡന്റ് ഒരു ഝാൻസി റാണിയുടെയൊക്കെ സ്വഭാവമുള്ള ആളായിരിക്കണം, പക്ഷേ നമ്മളിതുവരെ അധികം കേട്ടിട്ടില്ല. അവരുടെ പേര് അനുശ്രീ എന്നാണ്. ഇവർ രണ്ടുപേരും കൂടി ഒരു ഗംഭീരമായിട്ടുള്ള പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ആ പ്രസ്താവന എന്ന് പറയുന്നത് KSUവിൻ്റെയും MSFൻ്റെയും ഒക്കെ പിന്തുണയോടുകൂടി ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കാവ്യവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാവ്യവൽക്കരണം ഞങ്ങൾ എന്തായാലും തടയും. ചുവപ്പ് വൽക്കരണമാണെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾക്കിവിടെ പഠിക്കാതെ തന്നെ PhD എടുക്കാനും ഇംഗ്ലീഷ് അറിയാതെ ഇംഗ്ലീഷിൽ PhD കിട്ടാനും നമ്മൾ വാഴക്കുല ആരുടേതാണെന്ന് എഴുതാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അതുപോലെ പ്രിയ വർഗീസിനൊക്കെ വേണ്ടി വേണമെങ്കിൽ ചാൻസലറെ തന്നെ മാറ്റാനും ഗവർണറെ തിരിച്ചു വിളിക്കാനും പോലെയുള്ള പോരാട്ടത്തിന് തയ്യാറാകുന്ന ഒരു പാർട്ടിയായി CPM ഒക്കെ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ നേതാക്കന്മാരുടെയും ഭാര്യമാർ തന്നെ മിക്കവാറും ഗവൺമെൻറ് സർവീസുകളിലാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ റഹീമിൻ്റെ ഭാര്യ ഇതുപോലെ തന്നെ ഗവൺമെൻറ്റിലാണ്. അതുപോലെ തന്നെ KK രാഗേഷിൻ്റെ ഭാര്യയ്ക്ക് അസോസിയേറ്റ് പ്രൊഫസറായിരുന്നു അവർ. പക്ഷെ അവരെ അത് പോരാ, അതിനേക്കാൾ വലിയ പോസ്റ്റ് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ഗവർണറായിട്ട് പോലും യുദ്ധം ചെയ്യാൻ CPM എന്ന് പറയുന്ന ഒരു പാർട്ടി തയ്യാറായത്. അങ്ങനെ നമ്മുടെ എല്ലാ നേതാക്കന്മാരും തന്നെ മിക്കവാറും ജോലി ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തത് എന്ന് പറയുന്നത് PM ആർഷോയെ പോലെയുള്ള പ്രതിഭാസമ്പന്നരാണ്. അദ്ദേഹം പരീക്ഷ എഴുതാതെ തന്നെ മഹാരാജസിൽ നമ്മൾ ജയിപ്പിച്ചു കൊടുത്തത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ആർഷോയുടെ ഭീഷണി എന്ന് പറയുന്നത് ഈ ചാൻസലർ സമരത്തിൻ്റെ ചൂടറിയും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മുടെ പാവപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ എന്ത് ചെയ്യും എന്ന് നമുക്കറിയില്ല. നേരത്തെ അദ്ദേഹം കാലിക്കറ്റ് ചെന്ന് മറ്റേ ഹൽവയൊക്കെ കഴിച്ച് തെരുവുകളിലൂടെ നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ നടക്കാൻ കഴിയില്ല. കാരണം കേരളത്തിലെ ഏറ്റവും കരുത്തനായിട്ടുള്ള PM ആർഷോയാണ് പറഞ്ഞേക്കുന്നത്. കാരണം വൈസ് ചാൻസലർ സമരത്തിൻ്റെ ചൂടറിയും. കൂടാതെ വൈസ് ചാൻസലർക്കെതിരെ എംപ്ലോയീസ് അസോസിയേഷനും അതുപോലെ തന്നെ നമ്മുടെ PM ആർഷോൻ്റെ നേതൃത്വത്തിലുള്ള SFIക്കാരുമൊക്കെ വലിയ പ്രതിഷേധത്തിന് തുടക്കമിടും എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ എനിക്ക് ആർഷോയോട് പറയാനുള്ളത്, ആർഷോ ഈ സമരത്തിന് വിടുന്ന ആളുകളെ അത്യാവശ്യം ഇപ്പോൾ കൗണ്ടറിൽ എന്താണെന്നും അതുപോലെ തന്നെ ബ്ലഡി ഫൂൾ എന്താണെന്നും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് വേണം വിടാനായിട്ട്. കാരണം അങ്ങനെയുള്ള ഇംഗ്ലീഷൊക്കെ കേട്ടിട്ട് ഓടിക്കളയരുത്. പകരം അവർ വിചാരിച്ചത് ക്ലാസ്മേറ്റ് 2 ഇടിയൊക്കെ ഇടിക്കുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങോട്ട് വണ്ടി എടുത്തിട്ട് പോകും എന്നാണ്. അങ്ങനെ വണ്ടിയെടുത്ത് പോകാതെ ആരിഫ് മുഹമ്മദ് ഖാൻ ചാടി പുറത്തിറങ്ങി ഇവരോട് അലറി വിളിക്കുമ്പോൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് മലയാളം അറിയാത്ത സ്ഥിതിക്ക് അദ്ദേഹം ഇംഗ്ലീഷിലായിരിക്കും വിളിക്കുക. പക്ഷേ ഇംഗ്ലീഷിൽ വിളിക്കുമ്പോൾ ഓടിക്കളയരുത്. പകരം ഏതെങ്കിലും ഇപ്പോൾ ചിന്താ ജെറോമിനെയോ അല്ലെങ്കിൽ MA PhD എടുത്തിട്ടുള്ള ചിന്താ ജെറോമിനെ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പഠിപ്പിക്കരുത്. കാരണം അത് യഥാർത്ഥ ഇംഗ്ലീഷ് അല്ലെന്ന് നമുക്കറിയാം. ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുള്ള കീരവാണിയെ ചിന്താ ജെറോം അഭിനന്ദിച്ചത് യഥാർത്ഥത്തിൽ കീരവാണി വായിച്ചിരുന്നെങ്കിൽ അന്ന് തന്നെ അയാൾക്ക് പോലെ അപകടവും സംഭവിച്ചാൽ വലിയ ശാരീരിക അസ്വസ്ഥയും ഉണ്ടായതിന്, ശ്വാസം മുട്ട് അനുഭവപ്പെട്ടാൽ. ഭാഗ്യത്തിന് അത് വായിച്ചില്ല. അതുകൊണ്ട് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ വാഴക്കുലയുടെ കാര്യവുമൊക്കെ അറിയാനായിട്ട് അതുമായി ബന്ധപ്പെട്ടവരൊക്കെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് കേട്ടിട്ടുണ്ടെങ്കിൽ ഓടാതിരിക്കാനുള്ള ഒരു ട്രെയിനിങ് അടിയന്തിരമായി നമ്മുടെ PM ആർഷോ എന്ന് പറയുന്ന ധീര സഖാവ് CPMൻ്റെ ബാഹുബലി തീർച്ചയായിട്ടും ഒരു ട്രെയിനിങ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് നമുക്ക് വിദേശത്തു നിന്നോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തു നിന്നോ JNUവിലൊക്കെ പഠിക്കുന്ന ഏതെങ്കിലും നല്ല സഖാക്കളെ കിട്ടിയാൽ അത് വളരെയധികം ഉപകരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഏക ഭീഷണി ആരിഫ് മുഹമ്മദ് ഖാൻ പോലുമല്ല, അദ്ദേഹത്തിൻ്റെ ഭാഷയും ഇംഗ്ലീഷ് ലാംഗ്വേജുമാണ് എന്നുള്ളത് മറക്കാതിരിക്കുക. ഓടാതിരിക്കാൻ SFIക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക.